കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ വിലയേറിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനവുമായി ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ തന്നതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യമാണ്. അതിൻ്റെ 27-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിൽ ഉണ്ട് സത്യമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്കൊരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ വചനം വായിക്കുവാനുള്ള കൃപ അവിടുന്ന് തന്നതിനായിട്ട് സ്തുതിക്കുന്നു. ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവ് അടിയനിൽ പ്രവർത്തിക്കുകയും അങ്ങയുടെ വചനം പ്രസ്താവിപ്പാൻ ആവശ്യമായ ദൈവകൃപ അവിടുന്ന് നൽകി സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളിലും അത് വലിയ സന്തോഷവും സമാധാനവും വിടുതലും സൗഖ്യവും ഉളവാകുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ. മാനവും മഹത്വവും അങ്ങെടുക്കണമേ. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ഇന്ന് പകൽക്കാലം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമ്മൾ വായിച്ചല്ലോ. ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിൽ ഉണ്ട് സത്യമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്നെ അനുധാവനം ചെയ്ത ശിഷ്യന്മാരോടും ജനത്തോടുമായി ഇപ്രകാരം സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് വിളിച്ച് ഭൂതങ്ങളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പിടിച്ചവരെ സൗഖ്യമാക്കുവാൻ കർത്താവ് അധികാരത്തോടെ തൻ്റെ അരുമ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കാണുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവർ കടന്നു പോകുന്ന പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ദൈവരാജ്യം സുവിശേഷിച്ചുകൊണ്ട് കർത്താവ് തന്ന അധികാരത്തോടെ രോഗികളെ സൗഖ്യമാക്കിയും ഭൂതങ്ങളെ പുറത്താക്കിയും വളരെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുവാൻ ശിഷ്യന്മാർക്ക് കർത്താവ് കൃപ നൽകിയെന്ന് ഈ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ കർത്താവ് ഈ പ്രത്യേകമായ വാക്യത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ അനുഭവം അത് ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട് എന്ന് സത്യമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ പ്രകാരം വായിപ്പാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയും സമാധാനവും സന്തോഷമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിൻ്റെ രാജ്യം സമാധാന സന്തോഷ സമ്പൂർണമായ ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ മക്കളെ ദൈവം കൊണ്ടുപോകുന്നു എന്നുള്ള വലിയ സന്തോഷകരമായ അനുഭവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഗലീല തടാകത്തിൻ്റെ ചുറ്റുപാടുകളുമുള്ളതായ മലകളിൽ തൻ്റെ ഗിരിപ്രഭാഷണ കാലഘട്ടത്തിൽ കർത്താവ് തൻ്റെ അനുധാവനം ചെയ്ത ശിഷ്യന്മാരോടും തൻ്റെ പ്രസംഗം കേൾക്കുവാനായി ഊരുകളിൽ നിന്ന് തൻ്റെ അടുക്കൽ കടന്നു വന്നതായ ഓരോ വ്യക്തികളോടും ദൈവമായ കർത്താവ് സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരിലെ രോഗികളെ യേശു സൗഖ്യമാക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ പ്രത്യേകമായ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു മലയാണ് മറുരൂപ മല. വേദപുസ്തകത്തിൽ അനേക മലകളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൽ ചില മലകളെക്കുറിച്ച് പ്രത്യേകമായി ഇന്ന് പകൽക്കാലം സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒന്നാമതായിട്ട് നമുക്ക് വേദപുസ്തക താളുകളിൽ ആദ്യമായി കാണുന്നതായ ഒരു മലയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തൻ്റെ ഏകജാതനായ മകനെ യാഗം കഴിപ്പാൻ കൊണ്ടുപോയ മലയാണ്
മോറിയ മല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അവിടെ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച്, ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന അബ്രഹാം മോറിയ മലയിൽ ദൈവത്തിന് ആരാധന അർപ്പിക്കാനായി കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ആ വഴി യാത്രയിൽ ബാല്യക്കാരുണ്ട്, യാഗം കഴിപ്പാനുള്ള തൻ്റെ മകനുണ്ട്, വിറവുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്. ഇങ്ങനെ തങ്ങളുടെ യാത്ര പോവുകയിൽ ഒരു ദിവസത്തെ വഴി ദൂരം മാത്രമുള്ളപ്പോൾ ബാല്യക്കാരെ അവിടെ നിർത്തിയിട്ട് തൻ്റെ മകനുമായി മോറിയ മലയിൽ ദൈവത്തിന് ആരാധന അർപ്പിപ്പാൻ കടന്നു പോകുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. വളരെ വിശ്വാസത്തോടും വളരെ പ്രത്യാശയോടും ദൈവം പറഞ്ഞത് അതനുസരിപ്പാനായി കടന്നു പോകുന്ന, അനുസരണമുള്ള, ദൈവത്തിൽ വിശ്വാസമുള്ള, ദൈവത്തിൽ ആശ്രയബോധമുള്ള, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവിടെ ഒരു അധൈര്യമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. താൻ ഏറ്റവും പ്രിയപ്പെടുന്ന, താൻ ഏറ്റവും സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനായ മകനെ അർപ്പിപ്പാൻ കർത്താവ് പറഞ്ഞപ്പോൾ അതിന് ഒരു മടിയും കൂടാതെ അങ്ങനെ ചെയ്യുവാൻ തീരുമാനിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. റോമാലേഖനത്തിൽ പ്രകാരം വായിക്കുന്നു, അബ്രഹാം ബലിയർപ്പിച്ചാലും അബ്രഹാമിന് സന്തതിയെ ആ ബലിപീഠത്തിൽ നിന്ന് ഉത്ഭവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള തികവേറിയ വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. കാരണം ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ദൈവം തൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം വരുത്തുന്ന ദൈവമല്ല. തന്നെ സ്നേഹിക്കുന്നവരെ ഒരു നാളും ലജ്ജിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്യുന്ന ദൈവമല്ല എന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞത് പൂർണ്ണമായും അനുസരിച്ച് മോറിയ മലയിൽ തൻ്റെ ഏകജാതനായ മകനെ യാഗം കഴിപ്പാൻ കൊണ്ടുപോകുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ വിടുതലിൻ്റെ കരം ഒരുക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വഴിമധ്യേ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പ വിറവുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, എന്നാൽ യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം തൻ്റെ മകനോട് വളരെ സ്വാതന്ത്ര്യ സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും, എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന ദൈവം, എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതുന്ന ദൈവം, എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്നവനായ ദൈവം, എന്നെയും നിങ്ങളെയും സംരക്ഷിക്കുന്നവനായ കർത്താവ് ഇപ്രകാരം നമ്മോടും പറയും, ദൈവം കരുതിക്കൊള്ളും. നമ്മുടെ വിചാരങ്ങൾ ദൈവത്തിലിട്ടുകൊണ്ട്, നമ്മുടെ ചിന്തകൾ ദൈവസന്നിധിയിൽ ഇട്ടുകൊണ്ട്, നമ്മെ തന്നെ ദൈവഭാഗം സമർപ്പിച്ച് നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ, വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ കർത്താവിൻ്റെ കരുതൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുമെന്ന് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ഇതാ ബാലനെ കെട്ടി വിറകടുക്കി ആ ബാലൻ്റെ മേൽ കത്തി വീശുവാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിലുണ്ടാകുന്ന ആ സാഹചര്യം നമുക്കറിയാമല്ലോ. അബ്രഹാമേ അബ്രഹാമേ എന്ന് ദൈവം വിളിച്ച് ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന് ഓർപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതാ ദൈവത്തിൻ്റെ വലിയ കരുതൽ. അവിടെ ഒരു ആട്ടുകൊറ്റൻ ആ കുറുങ്കാട്ടിൽ വള്ളികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ സാഹചര്യത്തിൽ തൻ്റെ പകരമായി ദൈവത്തിന് അബ്രഹാം യാഗം കഴിച്ച് സന്തോഷപൂർണനായി മടങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. വേദപുസ്തക താളുകളിൽ ഈ മോറിയ മല അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത മലയായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായി നമുക്ക് മറ്റൊരു മലയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നത് ഈ വാക്യസകലം വായിച്ച ഭാഗത്തുള്ളതായ മലയാണ് താബോർ മല. താബോർ മല വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു മലയാണ്. താബോർ മല ദൈവത്തിൻ്റെ ആ തേജസ് പ്രത്യക്ഷമായ കർത്താവായ യേശുക്രിസ്തു മനുഷ്യ ശരീരത്തിൽ ലോകത്തിൽ കടന്നു വന്ന് മനുഷ്യനോട് ഇടപഴകി ജീവിച്ച കാലഘട്ടത്തിൽ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത തൻ്റെ ആര്യമാ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, യഹൂദയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക്, ഗലീല നാടുകളിലേക്കൊക്കെ കർത്താവ് അയക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഈ 12 പേരെ കർത്താവ് അപ്പോസ്തലന്മാരെന്ന്
പേർ വിളിക്കുവാനിടയായി തീർന്നു. അതിൽ നമുക്കറിയാമല്ലോ, 1 പത്രോസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നമുക്ക് വായിപ്പാനായിട്ട് കഴിഞ്ഞത് ഈ 12 പേരിൽ പ്രത്യേകമായി തന്നോടൊപ്പം ആയിരിക്കാൻ വേണ്ടി കർത്താവ് 3 പേരെ തിരഞ്ഞെടുത്ത് ഈ താബോർ മലയിലേക്ക് പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ 3 പേരെയും കൂട്ടി കർത്താവ് പ്രാർത്ഥിപ്പാനായി ഈ താബോർ മലയിലേക്ക് കയറിപ്പോയപ്പോൾ അവൻ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നുവെന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്വർഗത്തിൻ്റെ മഹിമാസനത്തെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് കടന്നു വന്നവനായ കർത്താവ്, സ്വർഗത്തിൻ്റെ മണിമകുടമായിരുന്നവൻ, തൻ്റെ ഏകജാതനായ പുത്രനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട, തൻ്റെ പ്രിയപുത്രനെന്ന് വിശേഷിപ്പിക്കപ്പെട്ടതായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ യഥാർത്ഥമായ ആ രൂപാന്തര ശരീരത്തിൽ ആയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ്റെ മുഖഭാവം മാറി, അവൻ്റെ വസ്ത്രം മിന്നുന്ന, അവൻ്റെ ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ കർത്താവിനോട് സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ 2 പുരുഷന്മാരെ കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിരിക്കുന്ന മോശയെക്കുറിച്ചാണ്. മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്നും തൻ്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടി ദൈവത്താ തിരഞ്ഞെടുത്ത ദൈവപുരുഷനായിരിക്കുന്ന മോശയും, രണ്ടാമത് ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവിനെയുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏലിയാവിനെക്കുറിച്ചും മോശയെക്കുറിച്ചും നമുക്ക് നന്നായിട്ടറിയാം. മോശയെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, അതുപോലെ തന്നെ മോശ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും വെച്ച് അതിസൗമ്യനായിരുന്നുവെന്ന് കർത്താവ് തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഏലിയാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, വിശ്വാസത്യാഗം സംഭവിച്ച ഇസ്രായേലിൻ്റെ മധ്യേ സത്യാരാധന വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ അരുളപ്പാട് അതുപോലെ തന്നെ പ്രസ്താവിച്ച വളരെ ശക്തനായിരിക്കുന്ന പ്രവാചകനായിരുന്നല്ലോ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഏലിയാവ്. ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് പോലും, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് അരുളി ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കൊട്ടാരത്തിൽ അറിയിച്ച ദൈവഭക്തനായിരിക്കുന്ന ഏലിയാവിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം തന്നെ ആ ദൈവം അറിയിപ്പാനിടയായി തീർന്നു. താൻ കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കുന്ന, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ കഴിയുന്ന ഒരു ഏലിയാവിനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ആകാശം അടയ്ക്കേണ്ടതിന് വേണ്ടി, മഴ പെയ്യാതിരിക്കേണ്ടതിന് വേണ്ടി ഏലിയാവ് ദൈവത്തോട് ചില നാളുകൾ പ്രാർത്ഥിച്ചു വന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏലിയാവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്, ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. എന്നാൽ ഏലിയാവ് വിശ്വാസത്യാഗം സംഭവിച്ച വിഗ്രഹാരാധന കൊടികുത്തി വാണതായി ഇസ്രായേലിൻ്റെ മധ്യേ ദൈവത്തിൻ്റെ ആലോചനയുമായി ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് പറയുന്ന ഏലിയാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞതായി നമുക്ക് തിരുവെഴുത്തിൽ വായിപ്പാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം തന്നെ സംഭവിച്ചു. കെരീത്ത് തോട്ടിൽ ഒളിച്ചിരുന്നു. ഏലിയാവിന് വേണ്ടുന്ന സംരക്ഷണങ്ങളൊക്കെയും ദൈവം ഒരുക്കിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ തോടുപറ്റി തനിക്ക് ലഭ്യമായിരുന്ന ആഹാരം ലഭിക്കാതെ വന്നപ്പോൾ ഏലിയാവിനോട് ദൈവം പറയുകയാണ്, നീ സാരഫാത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് കടന്നു പോകുക. അവിടെയും ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു പിടി മാവും അല്പം എണ്ണയും ഉള്ളതായിരിക്കുന്ന ഭവനത്തിലേക്ക് അത് ഉണ്ടാക്കി ഭക്ഷിച്ചിട്ട് മരണത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ച ആ കുടുംബത്തെ ആ മരണത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതാ ഏലിയാവ് പറഞ്ഞതുപോലെ ആ വിധവയനുസരിച്ചപ്പോൾ അവരുടെ കലത്തിലെ മാവും ഭരണിയിലെ മാവും കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും വറ്റിയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തെന്നാൽ കാരണം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ആ ഭവനത്തിൽ ദൈവം വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ആ ക്ഷാമം നിറഞ്ഞതായിരിക്കുന്ന കാലഘട്ടത്തിൽ ആ കുടുംബത്തെ
അവരുടെ പ്രിയപ്പെട്ടവരെ, അവരുടെ ബന്ധുക്കളെ ദൈവം സംരക്ഷിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നവനായ ഒരു ദൈവത്തെക്കുറിച്ച് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഇതാ മോശയും ഏലിയാവും യേശുവിനോട് സംഭാഷിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മോശയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഫറവോന് മുമ്പാകെ നിൽക്കുന്ന മോശ ദൈവജനത്തെ ആരാധനയ്ക്ക് വേണ്ടി വിട്ടയക്കണമെന്ന് ഫറവോനോട് ദൈവത്തിൻ്റെ അരുളപ്പാടറിയിക്കുന്ന മോശയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. വളരെ പ്രതികൂല സാഹചര്യങ്ങൾ നിറഞ്ഞതായ ആ പ്രത്യേകമായ സന്ദർഭത്തിൽ താൻ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെടുത്തുകയും 10 ബാധകൾ ഫറവോൻ്റെ മേലെ ജനത്തിന്മേലെ ദൈവം വായിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒടുവിലത്തെ ബാധയായിരിക്കുന്ന കടിഞ്ഞൂൽ സംഹാരം. എന്നാൽ ഇസ്രായേൽ കൂടാരത്തിന് ആ പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവം രക്ഷയൊരുക്കിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന അബീബ് മാസം 10-ാം തീയതി തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞാടിനെ അബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്തറത്ത് ഇസ്രായേലിലെ കൂടാരത്തിൻ്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടിയിരുന്നു. അവിടെ സംഹാരദൂതൻ അർദ്ധരാത്രി കടന്നു വന്ന് മിസ്രൈമിലെ കൂടാരങ്ങളിലുള്ള ഭവനങ്ങളിലുള്ള സിംഹാസനത്തിലിരിക്കുന്ന ഫറവോന്റെ ആദിജാതൻ മുതൽ കുണ്ടറയിൽ കിടക്കുന്ന തടവുകാരൻ്റെ ആദിജാതൻ വരെ കൊല്ലപ്പെട്ട പ്രത്യേക സാഹചര്യത്തിൽ ദൈവജനത്തിന് രക്ഷയൊരുക്കിയ ആ കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അർദ്ധരാത്രിക്ക് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പ്രയാണം ചെയ്യുവാൻ തക്കോണം ദൈവം മോശ മുഖാന്തരം ദൈവത്തിൻ്റെ ജനത്തെ, അബ്രഹാമിൻ്റെ സന്തതിയെ ഒരുക്കിയതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതാ ആ മോശയുടെയും ഏലിയാവിൻ്റെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ കരങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നു. മോശയെ സംബന്ധിച്ചോളം മോശ ദൈവത്തിന് ജനമായ ഇസ്രായേലിനെ ആ മരുഭൂമിയിലൂടെ വഴി നടത്തിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. തൻ്റെ ദൈവവുമായുള്ള സംസർഗത്തിൽ ദൈവത്തിൻ്റെ ജനത്തെ നടത്തുന്ന ആ നടത്തിപ്പിൽ മോശ ദേഹബലം കുറയാത്തവനായി, കാഴ്ച മങ്ങാത്തവനായി താൻ ആ മരുഭൂമിയിൽ ആ പിസ്കായുടെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് വാഗ്ദത്തദേശം കാണുകയും താൻ മരണപ്പെടുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ പിന്നത്തെ നമുക്ക് മോശയെ കാണുവാൻ കഴിയുന്നത് വേദപുസ്തക ഭാഗത്തുള്ള ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. തേജസ്സിൽ അവർ പ്രത്യക്ഷരായി. അവർ യെരുശലേമിൽ യേശു പ്രാപിപ്പാനിരിക്കുന്ന ആ നിര്യാണത്തെക്കുറിച്ച്, മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാനുള്ള കർത്താവ് യെരുശലേമിൽ അനുഭവിക്കേണ്ടതായ പ്രശ്നങ്ങളെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി യേശുവിനെ അറിയിക്കുന്ന ദൈവത്തിൻ്റെ കാര്യപരിപാടി നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നുവെന്ന് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഗെത്സമന തോട്ടത്തിൽ കർത്താവ് അവരിൽ നിന്ന് ഒരു കല്ലേറ് മാത്രം ദൂരം മാറിപ്പോയി പ്രാർത്ഥിച്ച പ്രത്യേകമായ സന്ദർഭത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ നാഴിക നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമെന്ന് പറയുന്ന ശിഷ്യന്മാരെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഗെത്സമന തോട്ടത്തിൽ പിതാവിനുള്ള പ്രാർത്ഥനയിൽ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപഭാരവും ഏറ്റുവാങ്ങിയോ ഇപ്പോൾ കർത്താവിൻ്റെ ആ വിയർപ്പ് രക്തകണികളായി മാറുവാനിടയായി തീർന്നു. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം കർത്താവിൻ്റെ മേൽ ചുമത്തപ്പെട്ടു. അവനൊരു പാപയാഗമായി തീർന്നുവെന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ കർത്താവിന് അഭിമുഖീകരിക്കേണ്ടുന്ന ആ പ്രത്യേകമായ സാഹചര്യത്തെക്കുറിച്ച് മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. എന്നാൽ കർത്താവിനോട് സംസാരിച്ചതായ ആ പ്രത്യേക സന്ദർഭത്തിൽ അവർ ഉണർന്ന ശേഷം അവൻ്റെ തേജസ്സിനെയും അവനോടുകൂടി നിൽക്കുന്ന 2 പുരുഷന്മാരെയും
കാണുവാനിടയായി തീർന്നു. പത്രോസും യോഹന്നാനും യേശുവിനെയും മോശയെയും ഏലിയാവിനെയും അവർക്ക് കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ശിഷ്യന്മാർ പറയുന്നതായ ആ ഒരു പ്രത്യേക കാര്യം, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്, ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് ഏലിയാവിനും, ഒന്ന് മോശയ്ക്കും, ഒന്ന് നിനക്കുമെന്ന് പറഞ്ഞ് അവർ പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ പ്രത്യേകമായ സന്ദർഭത്തിൽ ഒരു മേഘം വന്ന് മൂടിയിട്ട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഇവർ പറയുന്നത് ഇന്നതേ എന്ന് അവർ അറിയുന്നില്ല. അതുപോലെ തന്നെ കർത്താവ് തൻ്റെ മാനവവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറി ക്രൂസിൽ യാഗമായപ്പോൾ, കർത്താവേ, ഇവർ ചെയ്യുന്നത് ഇന്നതേ എന്നറിയായോണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ വാക്കുകളും നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നെയും നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ച് നമുക്ക് വേണ്ടി കാൽവറി ക്രൂസ് യാഗമായ കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവ് ചെയ്ത പ്രായശ്ചിത്ത ബലിയെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. തന്നെയുമല്ല, പിന്നത്തെ മലയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, താബോർ മല കൂടാതെ മോറിയ മല അല്ലെങ്കിൽ ഗാഗുൽത്താ കുന്ന് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഗാഗുൽത്താ കുന്നിന് മോറിയ മല, ഗാഗുൽത്താ മല, തലയോടിടം എന്ന അർത്ഥം നമുക്കവിടെ എന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്കറിയുവാനായിട്ട് സഹായിക്കുന്നു. സ്നേഹിക്കുന്നതിൻ്റെ ഏകജാതനായ കർത്താവ്, പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ അർപ്പിച്ചതായ സ്ഥലമാണല്ലോ മോറിയ മല. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂസിൽ 2 കള്ളന്മാരുടെ മധ്യേ യാഗമായി തീർന്നു. ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത്, ഞാനും നിങ്ങളും ശിക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരണം ഏറ്റെടുത്തു. നമ്മുടെ ശാപം നീക്കുവാൻ, നമ്മുടെ രോഗം നീക്കുവാൻ, അസമാധാനമില്ലാതെ ജീവിച്ച മനുഷ്യകുലത്തിന് സമാധാനം തരുവാൻ, മനുഷ്യഹൃദയങ്ങളിലേക്ക് സന്തോഷം നൽകുവാൻ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. എല്ലാറ്റിലുപരിയായി പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി കർത്താവ് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി തരുവാനായിട്ടിടയായി തീർന്നു. ആ കർത്താവിൻ്റെ ക്രൂസ് മരണത്തിൽ അവൻ മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകൾ നിർത്തിമൃകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 40 ദിവസത്തോളം താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവമക്കളെ, അവരോട് ചേർന്ന് നടന്നു, അവരോടൊപ്പം ഭക്ഷിച്ചു. അവർ കാണുക ഒലിവുമലയുടെ പുറത്ത് വെച്ച് കർത്താവ് സ്വർഗാരോഹണം ചെയ്തു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ മുഖത്തേക്ക് നിറമണികളോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരോടായി 2 മാലാഖമാർ പ്രകാരം കൽപ്പിക്കുകയുണ്ടായി, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു പോയതുപോലെ തന്നെ മടങ്ങി വരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഗോകുൽത്താ മല, താബോർ മല, മോറിയ മല, ഇതൊന്നും നമുക്ക് മറക്കാനാവാത്ത മലകളായി വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മലകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് അപ്രകാരം തന്നെ അതിപ്രധാനമായിരിക്കുന്ന ഒരു മലയെക്കുറിച്ച് കൂടി പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അത് സീനായി മലയാണ്. പാപത്തിൽ നിവദിച്ച മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവന് കൊടുത്തുവെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഒരു കുഞ്ഞടർക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു യാഗം അവിടെ ഏദൻ തോട്ടത്തിൽ മനുഷ്യന് വേണ്ടി ദൈവം നടത്തി എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ സീനായി മലയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, സീനായി മലയിൽ വെച്ച് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന മോശയ്ക്ക് ദൈവം തൻ്റെ തേജസ്സിൻ്റെ വിരൽ കൊണ്ട് 10 കൽപ്പന എന്ന ദൈവത്തിൻ്റെ സാന്മാർഗിക ന്യായപ്രമാണം ദൈവം മോശയുടെ കയ്യിൽ 2 കൽപ്പനകൾ എഴുതി
കൊടുത്തു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനും വിശ്വസിപ്പാനുമായിട്ട് സാധിക്കുന്നു. കാരണം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിലും തൻ്റെ സഹജീവിയോടുള്ള ബന്ധത്തിലും എങ്ങനെ ജീവിക്കണം, എങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതായ കാര്യങ്ങൾ അടങ്ങിയ 10 കൽപ്പന എന്ന ദൈവത്തിൻ്റെ പ്രമാണം ദൈവം മോശ മുഖാന്തരം നമുക്ക് ലഭിക്കാനായിട്ടിടയായി തീർന്നു. തൻ്റെ ദാസനായ മോശയുടെ കയ്യിൽ അത് ഫലമേൽപ്പിച്ചുവെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവ കൽപ്പന പ്രകാരം ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെയും നമ്മെയും ദൈവം പരിപാലിക്കുന്നതോർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഇതിനെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ മലകളെല്ലാം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. താബോർ മലയെക്കുറിച്ച് പറഞ്ഞല്ലോ. താബോർ മല കർത്താവ് തൻ്റെ മനുഷ്യ ശരീരത്തിൽ, മനുഷ്യവേഷത്തിൽ, മനുഷ്യഭാവത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ അരിമ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ട ഒരു പ്രത്യേകമായ സാഹചര്യത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അത് നമ്മുടെ ജീവിതത്തിലേറ്റിയ പ്രത്യാശജനകമായ ഒരു സന്ദർഭമാണ്. കാരണം യെരൂശലേമിൽ മരിക്കുന്ന കർത്താവ് രൂപാന്തര ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തി നിൽക്കുന്ന ഉയർപ്പിനെ നമുക്ക് കാണിച്ചു തരുന്നതായി തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് പകൽക്കാലം ഏറിയ പ്രാർത്ഥനയോടുകൂടെ ഈ മലകളെ നമ്മൾ ഓർത്തുകൊണ്ട്, ഈ മലകളുടേതായ ആ പ്രാധാന്യതകളെ ഓർത്തുകൊണ്ട്, അബ്രഹാമിനെ കുറിച്ച് ഓർത്തുകൊണ്ട്, നമ്മുടെ കർത്താവിനെ നമ്മൾ സ്മരിച്ചുകൊണ്ട്, ഏലിയാവിനെയും മോശയെയും നമ്മൾ സ്മരിച്ചുകൊണ്ട്, നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലുള്ള വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ദൈവത്തിൻ്റെ വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വലിയ വചന ശുശ്രൂഷയിൽ നിന്ന് നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.